എല്ലാരും പറയുന്നു ഭയങ്കര സന്തോഷം. ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ഒരുപോലെയാണ് സിനിമയെ ആക്സെപ്റ്റ് ചെയ്തത്. സന്തോഷം പങ്കിടാം. എനിക്കൊന്നും പറയാനില്ല, ഇനി നാട്ടുകാർ വേണം പറയാൻ. എല്ലാരും പറയട്ടെ. എല്ലാരും പറയുന്നു ഭയങ്കര സന്തോഷം. ഇത് കേരളം മുഴുവൻ എത്തട്ടെ, എല്ലാവരുടെ അടുത്തും. കേരളം മുഴുവനല്ല, വേൾഡ് വൈഡ് എത്തട്ടെ. വേർഡ് ഓഫ് മൗത്തിന് മുകളിൽ ഒന്നുമില്ലല്ലോ. അപ്പം ഈ സന്തോഷം എല്ലായിടത്തേക്കും എത്തട്ടെ. ഒരുപാട് 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 സന്തോഷം. താങ്ക് യു. അതെ അതെ, അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് ഡേ തന്നെ കുട്ടികളെ കൊണ്ടുവന്നത്. എനിക്കിനി ഒന്നും പറയാനില്ല. ആളുകൾ കാണുന്നുണ്ട്. അതിപ്പോ ഒരിക്കലും ഒരു ബാൻ ചെയ്യേണ്ട പടമായിട്ട് ആർക്കും തോന്നിയില്ല. അത്ര എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. പിന്നെ എന്തുകൊണ്ട് ആ വിഷയത്തിൽ ഇങ്ങനെ അല്ല, നമ്മൾ പറയാൻ ശ്രമിച്ചേക്കുന്ന ഒരു പ്രോഗ്രസീവ് സ്റ്റോറിയാണ്, ഒരു പ്രോഗ്രസീവ് ലവ് സ്റ്റോറിയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സിനിമകൾ മാറുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം എപ്പോഴും സിനിമകൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ചുമ്മാ ഒരു ലവ് സ്റ്റോറി ചെയ്തിട്ട് കാര്യമില്ല. അത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതിന്റെ റെസ്പോൺസ് ആണ് ഇപ്പൊ നിങ്ങൾ തിയേറ്ററിൽ കണ്ടത്. കുട്ടികൾ ഏറ്റവും കൂടുതൽ അത് കണക്ട് ആയി എന്നുള്ളതാണ്. അതിന്റെ ഒരുപാട് സന്തോഷമുണ്ട്. ബാൻ ചെയ്ത കൺട്രിയിലുള്ള ആളുകൾ ചെയ്യാത്ത സ്ഥലങ്ങളിൽ പോയി പടം കാണട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്കൊരു നഷ്ടം തന്നെ ആയിരിക്കും. കാര്യം ഇതൊരു ഫാമിലി സിനിമയാണ്. എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി സിനിമയാണ്. ഇറങ്ങണോ? താങ്ക് യു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വർക്ക് ആവുന്നത് ഭയങ്കര ഫണ്ണാണ് മനസ്സിലായിരുന്നോ? ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ആണെങ്കിൽ ബാബുചേട്ടൻ ഫസ്റ്റ് ഡേ സെറ്റിൽ വന്നപ്പോൾ മുതൽ ബാബുചേട്ടന് ഷെയ്നും ഫസ്റ്റ് തന്നെ സെറ്റായി. കാരണം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വർക്കാവേണ്ട സാധനം ഇവരുടെ കെമിസ്ട്രി ആയിരുന്നു. 3 ലവ് സ്റ്റോറി ആണെങ്കിലും അതിന്റെ എല്ലാം മുകളിലാണ് ഈ അച്ഛൻ മകൻ കോമ്പിനേഷൻ. അത് വർക്കാവുക എന്നുള്ളതായിരുന്നു സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് നമ്മള് ഫസ്റ്റ് ഡേ ഇവര് തിയേറ്ററിലല്ല ഷൂട്ട് വന്നപ്പോൾ തന്നെ അത് സെറ്റായി. അത് നിങ്ങൾക്ക് അത് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഫാമിലി സബ്ജക്ട് ആയതുകൊണ്ട് എല്ലാ ഓഡിയൻസും എങ്ങനെ സിനിമ എടുക്കും എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുമ്പോഴാണ് കാണുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ഒരുപോലെയാണ് സിനിമയെ ആക്സെപ്റ്റ് ചെയ്തത്. ഈവൻ ഇന്റർവെൽ പഞ്ചായാലും ഇന്റർവെൽ ബ്ലോക്ക് ആയാലും ഭയങ്കര കൈയടിയൊക്കെ ആയിരുന്നു. പ്രതീക്ഷിച്ചതിലും നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. അപ്പൊ അതിന്റെ സന്തോഷം. സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ. അപ്പൊ അതെന്തായാലും ഓഡിയൻസിന് ഇഷ്ടപ്പെടും എന്നുള്ളതും ബാബുചേട്ടന്റെ ആയാലും ഷെയ്ന്റെ ആയാലും അവരുടെ കെമിസ്ട്രിയും ആ കോംബോ ഒക്കെ വർക്ക്ഔട്ട് ആവും എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ ആസ് എ ഹോൾ ഒരു പ്രോഡക്റ്റ് ആയി കാണുമ്പോൾ ഓഡിയൻസിന്റെ റെസ്പോൺസ് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത, പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അത് വളരെ പോസിറ്റീവായി വന്നതിൽ ഒരുപാട് സന്തോഷം. ഷെയ്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഷെയ്ൻ ആക്ച്വലി ഉപവാസം എടുത്ത് വെയിറ്റ് ചെയ്യാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ഇവരെല്ലാരും. അതിപ്പോ GCC-ല് ഇത് ബാൻ ചെയ്തു എന്ന് അറിഞ്ഞപ്പോ തന്നെ ഇവര് രണ്ടുപേരും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഷെയ്നും മഹിമയും രണ്ടുപേരും എന്റെ അടുത്ത് ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ചേച്ചി, നമ്മുടെ സിനിമ ഓഡിയൻസ് ഏറ്റെടുക്കും, ഇത് ഇവിടെ നഷ്ടമായത് നമുക്ക് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും കിട്ടും എന്ന് ധൈര്യം തന്നെ എന്റെ കൂടെ ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നു. ഷെയ്ൻ ഇപ്പൊ ഇവിടെ നമ്മുടെ കൂടെ വരാൻ പറ്റിയില്ല. പക്ഷെ ഷെയ്ൻ കോഴിക്കോട് സിനിമ കാണുന്നു.
വിളിച്ച് സംസാരിച്ച ഷോ ഓ പിന്നെ ഞാൻ ഇപ്പൊ സംസാരിച്ചില്ല, ഞാൻ ഇന്റർവെൽ ബ്ലോക്കിൽ സംസാരിച്ചു. അപ്പം എന്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കണ്ടിട്ട് വിളിക്കണോ ഇപ്പൊ പറയല്ലേ. ഞാൻ ഫുൾ ആയിട്ട് ഇപ്പഴാണ് കാണുന്നത്. പക്ഷെ ഷെയ്ൻ ഈവനിങ് ഷോനാ പോയി കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഷെയ്ൻ ഈവനിങ് ആണ് പോയി കാണുന്നത്, 2 o'clock. ഷെയ്നും ഹാപ്പിയാണ്, ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നല്ലൊരു പടത്തിന്റെ ഭാഗമാവാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ കാര്യം. പിന്നെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടപ്പോ തന്നെ ഉറപ്പായി. എല്ലാ കുട്ടികൾക്കും ഇഷ്ടം, കുട്ടികൾ മാത്രമല്ല ഫാമിലി എൻജോയ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയ ഒരു മൂവിയാണ്. ലവ് സ്റ്റോറി വളരെ രസകരമായി, അതായത് സ്നേഹിക്കുന്ന കുട്ടികൾക്കും സ്നേഹിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഇത് ഭയങ്കര ത്രില്ലായിരിക്കും ഈ സിനിമ. അച്ഛനൊന്നും പറയാനില്ല. അച്ഛൻ അഭിനയിക്കുമ്പോഴേ പറഞ്ഞു മലയാളത്തിൽ അടുത്ത ഒരു നടൻ പുറത്തു വരാൻ പോകുന്നു. അതാണ് എന്റെ സ്വന്തം അച്ഛനാ, സാന്ദ്രയുടെ അച്ഛനാ. പപ്പക്കൊക്കെ ഒരു പ്രാവശ്യം ഡയലോഗ് പറഞ്ഞു കൊടുത്താൽ മതി, പപ്പ പൊളിക്കും സെറ്റില്. അത് ലിറ്റിൽ ഹേർട്ട് പങ്കിട്ടുണ്ട്. ലിറ്റിൽ ഹേർട്ടിന്റെ ഇതിലാണല്ലോ സിനിമ തുടങ്ങുന്നത്. ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ സിനിമ എന്താ പറയുന്നതല്ല, നിങ്ങളൊക്കെ പറയുന്നത് എനിക്കും പറയാനുള്ളത്. നന്നായിട്ടുണ്ട്, കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഇതിനകത്ത് എല്ലാവർക്കും നല്ല കയ്യടിയുണ്ട്, ചിരിയുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ വളരെ സന്തോഷം. ചേച്ചി കുറച്ച് മുമ്പ് പറഞ്ഞു പ്രതീക്ഷിക്കാത്ത സീനുകളിലൊക്കെ എല്ലാവരും നന്നായിട്ട് ചിരിക്കണമല്ലോ. അതെ അല്ല, അത് അങ്ങനെയാണല്ലോ. ഒരിക്കൽ ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ചിരി കിട്ടും. ഇതിനകത്തിപ്പോ ആ ബംഗാളി ക്യാരക്ടർ ചെയ്ത് അദ്ദേഹത്തിനൊക്കെ നല്ല ചിരിയുണ്ട്. ഞാൻ ഇതിന് മുമ്പ് നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സിനിമയിൽ എല്ലാവർക്കും ചിരിയായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്ത് പറയുന്ന കൗണ്ടർ പറയുന്ന എല്ലാവർക്കും ചിരിയാ. അതൊരു വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഞാൻ വന്നില്ലല്ലോ ഇവിടെ. ഞാൻ പൊതുവേ എനിക്ക് ആദ്യത്തെ ഷോ കാണാൻ എനിക്ക് അതിനുള്ള ചങ്കൂറ്റുമില്ല, അതുകൊണ്ട് ഞാൻ വരാറുമില്ല. പക്ഷെ ഇതിപ്പോ ഒരു നിർബന്ധിച്ച് അങ്ങനെ ഞാനൊന്ന് ലാസ്റ്റ് ടൈം വന്നതാണ്. എന്തായാലും സന്തോഷം. ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. ഇത്രയും അധികം ഓഡിയൻസിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രീമിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ കാണുന്നത്. അപ്പൊ കുറെ കുട്ടികൾ ടീനേജേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവർ ഒരുപാട് ഇതിനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും റിയാക്ട് ചെയ്തതും എല്ലാം. അപ്പോൾ എല്ലാ തിയേറ്റേഴ്സിലും ഇത് അങ്ങനെ തന്നെ വരട്ടെ, നല്ല രീതിക്ക് തന്നെ എന്താ പറയുക, ഈ റെസ്പോൺസ് തന്നെ എല്ലായിടത്തും വരട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. ഫിലിം കാണാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം. അവരുടെ ലൈവ് റെസ്പോൺസസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനിയും നല്ല നല്ല റെസ്പോൺസ് കിട്ടട്ടെ. ഓക്കെ, രണ്ടാമത്തെ സെക്കൻഡ് പോർഷനിൽ മോളുടെ ഒരു ക്യാരക്ടറാണ് കഥ മുമ്പോട്ട് കൊണ്ടുപോയത്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ചേട്ടനങ്ങനെ പറയുമ്പോൾ സന്തോഷമുണ്ട്. ഇനിയുള്ള റിവ്യൂസ് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ ടീമിനെ. ഓബിയസ്ലി ഷെയ്ൻ തന്നെയാണ്. ഷെയ്ൻ ഇസ് എ ബ്രില്യന്റ് പെർഫോമർ. അപ്പോൾ അത് എക്സ്പെക്റ്റഡ് ആണ്. അത് നല്ല രസമായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ അപ്പൻ മോഹനോട് ബാബുരാജനും ഷെയ്നുമായിട്ടുള്ള ഒരു പരിപാടി സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ലവ്സ് ഷോ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്?